നടുവിൽ പഞ്ചായത്തിലെ കരുവഞ്ചാൽ പുഴയിൽ കയ്യേറ്റം വ്യാപകമാകുന്നു. പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ലെന്ന വാദം നിരത്തിയാണ് വൻതോതിൽ കയ്യേറ്റം നടക്കുന്നത്. അധികൃതരുടെ ഒത്താശയോടെയാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഒരു കാലത്ത് മലയോര ജനതയുടെ ജീവനാഡിയായിരുന്നു കരുവഞ്ചാൽ പുഴ. കൊടും വേനലിൽ പോലും നാട്ടിലെ കുടിവെള്ളക്ഷാമത്തിന് ആശ്വാസമായി വറ്റാതെ ഒഴുകിയിരുന്നു കരുവഞ്ചാൽ പുഴ. കയ്യേറ്റത്തിന്റെ ഭാഗമായി ഈ പുഴ മെലിഞ്ഞുണങ്ങി. വില്ലേജ് ഓഫീസർ മുതൽ വകുപ്പ് മന്ത്രിമാർക്ക് വരെ കയ്യേറ്റത്തിനെതിരെ പരാതിയെത്തി. എന്നിട്ടും കയ്യേറ്റത്തിന് അറുതിയുണ്ടായില്ല. കഴിഞ്ഞ ഒരു മാസം മുൻപാണ് കരുവഞ്ചാൽ റേഷൻ കടയ്ക്ക് സമീപം ഈ കാണുന്ന കയ്യേറ്റം തുടങ്ങിയത്. സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന വ്യാപാര സമുച്ചയത്തോട് ചേർന്നാണ് പുഴയിലേക്കിറക്കി കരിങ്കൽ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളാട് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള സ്ഥലമാണെന്ന് പ്രചരിപ്പിച്ചാണ് അനധികൃത നിർമ്മാണം നടക്കുന്നത്. പുഴയുടെ മധ്യത്തിലായി തന്നെയാണ് കരിങ്കൽ ഭിത്തി കെട്ടി കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതിയോ മറ്റും ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പേരിനൊരു നോട്ടീസോ മറ്റോ നൽകിക്കൊണ്ട് ഉള്ള സമീപനമാണ് അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലത്തെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ കെട്ടിയ മതിൽ പൊളിച്ചുമാറ്റാൻ ആവശ്യമായ യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. സെക്രട്ടറിയുടെ നടപടിക്കെതിരെ കോടതിയിൽ നിന്നും സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടുണ്ടെന്ന വ്യാജക്കത്തും കയ്യേറ്റക്കാർ പ്രചരിപ്പിച്ചിരുന്നു. പുഴയിലെ മരങ്ങളും കണ്ടൽക്കാടുകളും നശിപ്പിച്ചുകൊണ്ടാണ് ഈ കയ്യേറ്റം നടക്കുന്നത്. ഇത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കുക. ന്യൂസ് 18 കരുവഞ്ചാൽ. രാജാക്കാട് എല്ലക്കൽ പാതയിലെ കൊടുംവളവിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. വാഹനം കുന്നിറങ്ങി വരുമ്പോൾ കൊടുംവളവ് തിരിയാൻ സാധിക്കാതെ വരുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത്. ഇത് പ്രദേശത്ത് മണിക്കൂറുകൾ ഗതാഗത തടസ്സത്തിനും ഇടയാക്കുന്നുണ്ട്. ഇടുക്കിയിലേക്ക് തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. അമിത വേഗതയിൽ എത്തിയ വാഹനങ്ങൾ ഉണ്ടാക്കിയ അപകടങ്ങളിൽ 10 വർഷത്തിനിടെ 20-ലധികം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അപകടം പതിവായിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മുൻപ് ദിവസവും 600 വാഹനങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും തോട്ടം തൊഴിലാളികളുമായി എത്തിയിരുന്നത്. ഇപ്പോൾ 300 വാഹനങ്ങൾ വരുന്നതായാണ് കണക്ക്. പലതും അമിത വേഗതയിലാണ് സഞ്ചാരം. കഴിഞ്ഞ ദിവസം കമ്പംമെട്ടിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിന് ഡ്രൈവർ മരിച്ചിരുന്നു. അതിർത്തി ചെക്ക് പോസ്റ്റ് തുറന്നതോടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് തൊഴിലാളികളുമായി വാഹനങ്ങൾ ചീറിപ്പായുന്നത് വലിയ അപകടങ്ങൾക്കാണ് ഇടയാക്കുന്നത്. 10 വർഷത്തിനിടെ 20-ലധികം പേർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത്. അമിത വേഗതയിൽ പോകുന്നത് കൊണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ മറ്റ് റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ജീവനും ഭീഷണിയാകുന്ന രീതിയിലാണ് ഇവരുടെ മരണപ്പാച്ചിൽ. കേരള തമിഴ്നാട് അതിർത്തിയിൽ കമ്പംമെട്ട് പോലീസ് പരിശോധന തുടങ്ങിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പും പരിശോധന ശക്തമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് വാടാനാംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാൻ നടപടി. ഈ മാസം 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. വാടാനാംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം എന്ന ദീർഘനാളായുള്ള ആവശ്യമാണ് നടപ്പാകുന്നത്. 6 മാസത്തിനകം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യം. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈനിൽ മേൽപ്പാലമില്ലാത്ത ചുരുക്കം ഇടങ്ങളിലൊന്നാണ് വാടാനാംകുറിശ്ശി. പാലക്കാട് ഗുരുവായൂർ, പാലക്കാട് പൊന്നാനി പാതയിലെ റെയിൽവേ ഗേറ്റ് കാരണം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. ദിവസം നിരവധി തവണയാണ് ഇതിലൂടെ ട്രെയിൻ പോകുന്നത്. ഗേറ്റിനടുത്തു തന്നെയുള്ള ഇടുങ്ങിയ പാലവും ഗതാഗത കുരുക്കുണ്ടാക്കിയിരുന്നു. സാധാരണ കോൺക്രീറ്റ് നിർമ്മാണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി സ്റ്റീൽ കൂടുതൽ ഉപയോഗിച്ചാവും പാലം നിർമ്മാണം. ഗേറ്റ് അടവില്ലാതെ തന്നെ ആളുകൾക്ക് തൃശ്ശൂരിലേക്കും പാലക്കാട്ടേക്കൊക്കെ പോകാൻ പറ്റും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്നുള്ള നിലക്ക് കാലങ്ങൾ കഴിഞ്ഞാലും ഇത് ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു പദ്ധതിയായി ഇത് മാറും എന്നതിൽ സംശയമില്ല. 30.4 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി ഹൈറേഞ്ചിലെ തോട്ടം മേഖലകളിൽ ഓൺലൈൻ ക്ലാസുകൾക്കായി കുട്ടികൾക്ക് വാങ്ങി നൽകിയ മൊബൈൽ ഫോണുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി പോലീസ്. ഹൈറേഞ്ചിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മൊബൈൽ ഫോൺ ദുരുപയോഗത്തെ തുടർന്ന് ചാർജ് ചെയ്തത് നിരവധി കേസുകളാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട 9 സംഭവങ്ങളും സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്തു. ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചതോടെയാണ് തോട്ടം മേഖലയിൽ ഉൾപ്പെടെയുള്ള കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം വ്യാപകമായത്. വിവിധ സ്കൂളുകളും സന്നദ്ധ സംഘടനകളും വ്യക്തികളുമെല്ലാം TV സൗകര്യമില്ലാത്ത വീടുകളിലെ കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ നൽകി. എന്നാൽ കുട്ടികൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യതകളെക്കുറിച്ചോ ഏതു രീതിയിൽ ഉപയോഗിക്കണമെന്നോ കുട്ടികളെയോ രക്ഷിതാക്കളെയോ ബോധവൽക്കരിക്കാൻ ആരും തയ്യാറായില്ല. ഇതേ തുടർന്ന് വിവിധ തരത്തിൽ മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യപ്പെട്ടു.
10 മാസത്തിനുള്ളിൽ ഹൈറേഞ്ചിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. തോട്ടമേഖലയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ ദുരുപയോഗത്തിന് സാധ്യത ഏറെയാണെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. രാവിലെ മാതാപിതാക്കളും ബന്ധുക്കളും തോട്ടങ്ങളിൽ ജോലിക്ക് പോയാൽ കുട്ടികൾ തനിച്ചാണ് ലയങ്ങളിലുള്ളത്. ഒറ്റപ്പെട്ട വീടുകൾ, ഏലക്കാടുകൾക്കിടയിലുള്ള വീടുകൾ, ഇവിടെ കൊച്ചു കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. തൊട്ടടുത്ത വീട്ടിലുള്ള 1-2 കുട്ടികളുണ്ടാവും, ഇവർ 2 കുട്ടികളുണ്ടാവും. രാവിലെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ തമ്മിൽ ഇടപെടുന്ന ഒരു രീതി മാത്രമാണ്. കാരണം വെച്ചാൽ ഇവർക്ക് ആരും ഭയമില്ലാത്ത 14 വയസ്സോ 15 വയസ്സോ 16 വയസ്സുള്ള കുട്ടികളാണ്. ഇവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നല്ലത് കാണുന്നതിനുപരിയായിട്ട് കൂടുതൽ മോശമായ രീതിയിലുള്ള കാഴ്ചകളും ആ കാഴ്ചകളെ അവർ പ്രാക്ടിക്കലാക്കുന്ന ഒരു സിറ്റുവേഷനും പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് ഏകദേശം 4 കേസുകളോളം കമ്പംമേട് പോലീസ് സ്റ്റേഷനിൽ തന്നെ റിപ്പോർട്ടായിട്ടുണ്ട്. ഇതിനകത്തൊക്കെ തന്നെ 14 വയസ്സുള്ള കുട്ടികൾ, 15 വയസ്സുള്ള കുട്ടികൾ, ഇതിനകത്ത് ഹൃദയഭാഗത്തേക്ക് വരുന്നതും ഈ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയാണ്. കമ്പംമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമീപകാലത്ത് 4 പോക്സ്കോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 14-കാരിയെ ബന്ധുവും അയൽവാസിയുമായ 16-കാരൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവമാണ് നാടിനെ നടുക്കിയത്. യുവനേതാവ് ഓൺലൈൻ ചാറ്റിംഗിലൂടെ സൗഹൃദം പിടിച്ചുപറ്റി വിദ്യാർത്ഥിനിയെ ദേഹോപദ്രവമേൽപ്പിക്കുവാൻ ശ്രമിച്ച കേസും നെടുങ്കണ്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉടുമ്പൻചോല സ്റ്റേഷൻ പരിധിയിൽ 3 മാസത്തിനിടെ 4 കേസുകളും റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് 18 കമ്പംമേട്. അസാധാരണമായ വേലിയേറ്റത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ് കാസർഗോഡ് നീലേശ്വരത്തിന്റെ തീരദേശ മേഖലകൾ. മുണ്ടേമാട് ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിലും വടക്ക് ഭാഗങ്ങളിലും താമസിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. പ്രളയകാലത്തിന് സമാനമാണ് നീലേശ്വരം മുണ്ടേമാട് ദ്വീപിന്റെ അവസ്ഥ. രാത്രിയിലുണ്ടാകുന്ന അസാധാരണമായ വേലിയേറ്റത്തിൽ വെള്ളം വീടിനകം വരെ എത്തും. 1 മണിയോടെ വെള്ളപ്പൊക്കം രൂക്ഷമാകും. ഇത് പുലർച്ചെ 3 മണിവരെ തുടരും. രാത്രിയിൽ മനസ്സമാധാനത്തോടെ വീട്ടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഇവരൊച്ചയിട്ട് ഞാനത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് പാത്രവും അതും ഇതെല്ലാം അതിലേ പോകുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു 3 മണിയായി വെള്ളം നല്ലോണം വരുമ്പോൾ. മുൻവർഷങ്ങളിലും വേലിയേറ്റ സമയത്ത് ജലനിരപ്പ് ഉയരാറുണ്ട്. എങ്കിലും 2 വർഷമായി ഇത് വെള്ളപ്പൊക്കത്തിന് സമാനമാണ്. ശുദ്ധജലം സുലഭമായിരുന്ന മുണ്ടേമാട് ദ്വീപിൽ ഇപ്പോൾ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുകയും കിണറുകൾ ഉപയോഗശൂന്യമാവുകയും ചെയ്തു. പാലായി ഷട്ടർ കം ബ്രിഡ്ജ് നിർമ്മാണം തുടങ്ങിയ ശേഷമാണ് പ്രശ്നം എന്ന് നാട്ടുകാർ പറയുന്നു. കടലിലെ പ്രതിഭാസമാണ് അർദ്ധരാത്രിയിലെ വേലിയേറ്റത്തിന് കാരണമെന്നാണ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. മുണ്ടേമാട് ദ്വീപിന് ചുറ്റും കരിങ്കൽ ഭിത്തി കെട്ടി ഉയർത്തുക മാത്രമാണ് പോംവഴി. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഈ കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പരാതികളും അയച്ചുകൊണ്ടുണ്ട്. പുഴയിലെ അശാസ്ത്രീയമായ മണലെടുപ്പും ഉപ്പുവെള്ളം കയറാൻ കാരണമാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രശ്നം പഠിക്കാനായി കാഞ്ഞങ്ങാട്ട് നിന്നുള്ള ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് 18 നീലേശ്വരം. കാഴ്ചകളുടെ പറുദീസയാണ് ഇടുക്കി ഹൈറേഞ്ചിലെ മലമുകളുകൾ. ഹരിതാപമായ മൊട്ടക്കുന്നുകളുടെ വിദൂരമായ കാഴ്ചകളും തണുത്ത കാറ്റും ആസ്വദിക്കാൻ സേനാപതിയിലെ 7.5 ഏക്കർ മലനിരകളിലെത്തിയാൽ മതി. കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് സേനാപതിയിലെ 7.5 ഏക്കർ മലനിരകൾ. കുളിരും കാഴ്ചകളുടെ മനോഹാരിതയും ഇവിടെയെത്തിയാൽ വേണ്ടുവോളം ആസ്വദിക്കാം. മുക്കുടിൽ മലയടിവാരം മുതൽ ചെമ്മണ്ണാർ വരെയുള്ള താഴ്വാര മേഖലയെ പച്ചപൊതിപ്പിച്ച കൃഷിയിടങ്ങളും കരിമല, സ്ലീവാമല മലഞ്ചെരുവുകളും മേഘങ്ങൾ തൊട്ടുനിൽക്കുന്ന വിദൂര ദൃശ്യങ്ങളും വിസ്മയക്കാഴ്ചകൾ സമ്മാനിക്കും. രാത്രികാലങ്ങളിൽ കുന്നിൻപുറങ്ങളിലെയും മലഞ്ചെരുവുകളിലെയും വീടുകളിലെ വെളിച്ചം മലമുകളിൽ ദൃശ്യവിസ്മയം തീർക്കും. വളരെ പ്രകൃതി മനോഹരമായ പ്രദേശമാണത്. ഒരു ടൂറിസം മേഖലയാണ്. ഇവിടെ നിന്നാൽ പൊന്മുടി മുതൽ ചെമ്മണ്ണാർ വരെയുള്ള പ്രദേശം ഏകദേശം ഒരു 6-7 കിലോമീറ്റർ വ്യൂ നമുക്ക് ലഭ്യമാണ്, കാണാൻ സാധിക്കും. വളരെ രാത്രികാലങ്ങളിൽ നമ്മൾ ആകാശത്തോട്ട് നോക്കുന്ന പോലെയുള്ള അക്കരെയുള്ള വീടുകളെല്ലാം നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ലൈറ്റുകൾ പ്രകാശിച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് താഴത്ത് അങ്ങനെ വെളിച്ചം തെളിഞ്ഞിരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. 7.5 ഏക്കറിനെ ബന്ധിപ്പിച്ച് PMGSY റോഡ് പൂർത്തിയായതോടെ പ്രദേശത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തിത്തുടങ്ങി. മുക്കുടിൽ നിന്നും 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ വ്യൂ പോയിന്റിലെത്താം. വില്ലേജ് ടൂറിസത്തിനും ഫാം ടൂറിസത്തിനും അനന്ത സാധ്യതകളാണ് ഇവിടെയുള്ളത്. ന്യൂസ് 18 സേനാപതി. കാർഷിക കേരളം. മത്സ്യകൃഷി ആദായകരമാണെന്ന് തെളിയിക്കുകയാണ് ഇടുക്കി ഭദേലിലെ കർഷകർ. ജലസംരക്ഷണത്തോടൊപ്പം മത്സ്യകൃഷി നടത്തുന്ന ഇവരുടെ പ്രവർത്തനം മാതൃകാപരമാണ്. വരുമാനത്തോടൊപ്പം മാനസിക സംതൃപ്തിയും ലഭിക്കുന്നുവെന്നതാണ് നേട്ടം.
വാത്തുകുടി പഞ്ചായത്തിലെ ബദേലിൽ കർഷകർ ജലസംരക്ഷണം ലക്ഷ്യമിട്ടാണ് നാടൻ മത്സ്യകൃഷി തുടങ്ങിയത്. കർഷകനായ വയലിൽ സിബിച്ചന്റെ നേതൃത്വത്തിലാണ് മത്സ്യകൃഷി. സ്വാഭാവിക നീർച്ചാലിൽ കുളം നിർമ്മിച്ചാണ് മീനുകളെ വളർത്തുന്നത്. മനസ്സിന് നല്ല സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് മീൻ വളർത്തൽ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും എന്ന മനസ്സിലൊരു ആശയമുണ്ട്. സിമന്റും ചണച്ചാക്കും ചേർത്തുവച്ചാണ് കുളം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് തിലോപ്പിയ മീനുകളെയാണ് വളർത്തുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ 8000 കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. മികച്ച വരുമാനവും ഇതിലൂടെ നേടാൻ കഴിയും. ന്യൂസ് 18 ഇടുക്കി. വിഷരഹിതമായ പച്ചക്കറി ഉൽപാദനത്തിൽ മാതൃകയായിരിക്കുകയാണ് മുണ്ടക്കയം ഇഞ്ചിയാനി ഹോളി ഫാമിലി സ്കൂളിലെ വിദ്യാർത്ഥികൾ. വിവിധ ഇനം പച്ചക്കറികളാണ് ഇവർ വിളയിച്ചെടുക്കുന്നത്. 3 മാസം മുൻപാണ് ഇഞ്ചിയാനി ഹോളി ഫാമിലി സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷി സംഘം രൂപീകരിച്ചത്. തരിശായി കിടന്ന സ്ഥലമാണ് കൃഷിയോഗ്യമാക്കിയത്. പയർ, തക്കാളി, ബീൻസ്, സവോള, കാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട്, കൂർക്ക, മത്തൻ തുടങ്ങി 22 ഇനം പച്ചക്കറികളാണ് ഇവർ വിളയിച്ചെടുത്തിരിക്കുന്നത്. ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷി. മൊത്തം കല്ലും കാടും പിടിച്ച് കിടന്നിടത്തെല്ലാം കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും വന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ആക്കിയത്. അപ്പം കുട്ടികളുടെ ഒരു കൂട്ടായ ശ്രമവും അവരുടെ ഉത്സാഹവും ഒക്കെ കൊണ്ടാണ് ഇത്രയും നല്ലൊരു വിളവെടുപ്പ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി നമുക്കെല്ലാം സാധിക്കുന്നത്. വിളവെടുത്ത പച്ചക്കറികൾ നാട്ടുകാർക്ക് സൗജന്യമായി നൽകുകയാണ്. കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് നിർവഹിച്ചു. ന്യൂസ് 18 മുണ്ടക്കയം. വിളവെടുപ്പ് കാലത്തും പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ വട്ടവടയിലെ കർഷകർ. ന്യായമായ വില കിട്ടാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. കോവിഡ് കാല പ്രതിസന്ധികളെ അതിജീവിച്ച് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകർ ഇത്തവണയും നൂറുമേനി വിളയിച്ചു. വിളവെടുപ്പ് സമയത്ത് ന്യായമായ വില ലഭിക്കാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. വിപണിയിൽ വില ഉയർന്നു നിൽക്കുമ്പോഴും കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. വട്ടവടയിൽ നിന്ന് ഹോർട്ടികോർപ്പ് ന്യായവില നൽകി പച്ചക്കറി സംഭരിക്കുന്നുണ്ട്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി പൂർണ്ണമായി സംഭരിക്കാൻ കഴിയുന്നില്ല. അതിനാൽ സംഭരിച്ചതിനു ശേഷം ബാക്കിയുള്ളവ സ്വകാര്യ ഏജൻസികൾക്കാണ് വിൽക്കുന്നത്. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഇവർ തീരുമാനിക്കുന്ന വിലയ്ക്ക് പച്ചക്കറികൾ വിറ്റഴിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ഹോർട്ടികോർപ്പ് നിശ്ചയിച്ച നിരക്കിന്റെ പകുതി പോലും സ്വകാര്യ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്നില്ല. கேரட் 34 ரூபான்னு ஹார்ட்டிகோர்ப்பு எடுத்துகிட்டு இருக்க வேண்டி விலை தீர்மானிச்சுட்டு அந்த 34 ரூபாய்க்கு எடுக்கவே இல்லை. 10 ரூபாய்க்கும் 11 ரூபாய்க்கு எடுத்துகிட்டு இருக்காங்க. அதே மாதிரி கேபேஜ் 11 ரூபாய்க்குள்ள விலையை இவங்க 5 ரூபாய்க்கும் 6 ரூபாய்க்கும் தான் எடுத்துகிட்டு இருக்காங்க. அது விவசாயத்துக்கு ஒரு பெரிய ஒரு லாபகரமாக தெரியல. സംസ്ഥാന സർക്കാർ പച്ചക്കറികൾക്ക് തറവില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും സ്വകാര്യ ഏജൻസികൾ അത് പരിഗണിക്കുന്നതേയില്ല. കർഷകർ ചൂഷണത്തിനിരയാകാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമില്ല. വിപണിയിൽ പച്ചക്കറിക്ക് വില എത്ര ഉയർന്നാലും കർഷകന് കിട്ടുന്നത് തുച്ഛമായ തുക മാത്രമാണ്. കർഷകരെ സഹായിക്കാൻ നിരവധി പദ്ധതികൾ സർക്കാർ തയ്യാറാക്കുന്നുണ്ടെങ്കിലും അധികൃതർ അത് വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് വട്ടവടയിലെ കർഷകരുടെ ഇന്നത്തെ ദുരവസ്ഥ. വട്ടവടയിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18. വേനലടുക്കും മുൻപേ തന്നെ ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് ഇരുമ്പിളിയം പഞ്ചായത്തിലെ നെൽകർഷകർ. തുലാവർഷം കനിയാത്തതിനാൽ കനത്ത തിരിച്ചടി നേരിടുകയാണ് കർഷകർ. ഏക്കർ കണക്കിന് നെൽപ്പാടത്തെ കൃഷി നശിക്കാതിരിക്കാൻ മോട്ടോർ ഉപയോഗിച്ച് വെള്ളമെത്തിക്കേണ്ട പ്രതിസന്ധിയിലാണ് കർഷകർ. തുലാമഴ വേണ്ടത്ര ലഭിക്കാതിരുന്നതോടെ വേനൽ കടുക്കും മുൻപേ ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. പുഴയിൽ താൽക്കാലിക തടയണയെങ്കിലും നിർമ്മിച്ച് വെള്ളമെത്തിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. തടയണ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം തോട് ശരിയല്ല. ഇപ്പോഴും പമ്പ് ദിവസം മാറ്റി നിർമ്മിച്ചിട്ട് പുതിയതാക്കാനാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. കർഷകരുടെ പരാതിയെ തുടർന്ന് MLA അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. നിലവിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അനുമതി നിഷേധിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് കളക്ടറുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കി കിട്ടി ഇത് കർഷകരെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കും. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്താണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയത്. പാടത്തേക്ക് വെള്ളമെത്തിയില്ലെങ്കിൽ കൃഷി കരിഞ്ഞുണങ്ങുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് 18 വളാഞ്ചേരി. ഒരിടവേളയിലേക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. പറയേണ്ടി വരും പല ജാതി കാര്യങ്ങൾ, പോകേണ്ടി വരും പൊന്നുരുക്കുന്നിടത്തും.
വീട് വാർത്തകളിലേക്ക്. മണൽ ലോറി ഡ്രൈവറിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അന്തിമഘട്ടത്തിൽ. കഠിനംകുളം മുൻ ASI ഷിബു SV ദാസ്, പോലീസുകാരനായിരുന്ന രാജീവ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം. വരച്ചങ്ങ് പിടിക്കാൻ പോകണം. എന്റെ ഫീലുള്ളൂ, ഞാൻ ഇങ്ങനെ വയ്യ, അതുകൊണ്ട് ജീവിക്കാൻ വയ്യാത്തോ. ഞാൻ എന്തിനാ അവരെ വിളിച്ച് എനിക്കിവിടെ നിൽക്കുക, പള്ളിയിലൊക്കെ പോകാനുള്ളത്. 2016 മംഗലപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിപ്പുറത്തായിരുന്നു പരാതിക്ക് ആധാരമായ സംഭവം. പാസും പെർമിറ്റുമുള്ള മണൽ ലോറി തടഞ്ഞു നിർത്തി കൈക്കൂലി വാങ്ങിയെന്നാണ് പരാതി. പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് ഡ്രൈവർ മൊബൈലിൽ പകർത്തി. തെളിവുകൾ സഹിതം പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചു. പിന്നീട് സലീം എന്നയാൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. പരാതിയിലെ വസ്തുത ബോധ്യപ്പെട്ട കോടതി അന്വേഷണത്തിന് വിജിലൻസിന് നിർദ്ദേശം നൽകി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം 2 ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കി വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തു. സാക്ഷിമൊഴി രേഖപ്പെടുത്തി. ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയും പൂർത്തിയായി കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് മുത്തങ്ങയിൽ പാൻ മസാല വേട്ട. 3 ലക്ഷത്തോളം രൂപയുടെ പാൻ മസാലയുമായി താമരശ്ശേരി വാവാട് സ്വദേശി ഷാഹുൽ ഹമീദ് പിടിയിലായി. മുത്തങ്ങയിലെ വാഹന പരിശോധനയിലാണ് കാലിത്തീറ്റയുമായി വന്ന ലോറിയിൽ നിന്ന് പാൻ മസാല പിടികൂടിയത്. ലോറിയും 210 കിലോ പുകയില ഉൽപ്പന്നങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര സംഘം സന്ദർശിക്കും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെയും മൃഗസംരക്ഷണ വകുപ്പിലെയും ഉദ്യോഗസ്ഥരാണ് എത്തുന്നത്. പക്ഷിപ്പനിക്ക് കാരണമായ H5N8 വൈറസ് മനുഷ്യരിലേക്ക് പകരില്ലെന്നാണ് കണ്ടെത്തൽ. എങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ സംഘം നടത്തും. പക്ഷിപ്പനി കണ്ടെത്തിയ സ്ഥലങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വളർത്തുപക്ഷികളെ കൊല്ലുന്നത് ഇന്ന് പൂർത്തിയാകും. ഇന്ന് 6200 താറാവുകളെ കൊല്ലും. പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ കർഷകർക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും പ്രതിസന്ധിയിലായ മറ്റൊരു വിഭാഗമുണ്ട്. കർഷകരിൽ നിന്ന് താറാവിനെ വാങ്ങി വിൽപ്പന നടത്തുന്ന ചെറുകിട കച്ചവടക്കാർ. വിപണി നിശ്ചലമായതോടെ ഇവരുടെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ഈ കച്ചവടം ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്നതാണ്. അത് ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ഒരു കച്ചവടമില്ല, മുട്ട പോലും പോകുന്നില്ല. ഇത് തങ്കമ്മ, 70 വയസ്സ് പ്രായമുണ്ട്. 3 ദിവസമായി കട തുറന്നിട്ട്. ഇന്ന് 2 കൽപ്പിച്ച് തുറന്നു. കാരണം ഒരു താറാവിനെയെങ്കിലും വിറ്റുപോയില്ലെങ്കിൽ വീടിന് മുതൽ പട്ടിണിയാകും. ഇത്തരം നിരവധി ചെറുകിട കച്ചവടക്കാർ ആലപ്പുഴ AC റോഡിന്റെ ഇരുവശങ്ങളിലുമായുണ്ട്. പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ നിശ്ചലമായ താറാവ് വിപണി ഇവരുടെയൊക്കെ ജീവിതത്തെയാണ് പ്രതിസന്ധിയിലാക്കിയത്. യാതൊരുവിധ നഷ്ടപരിഹാരവും ഇവർക്ക് ലഭിക്കില്ല. കർഷകരിൽ നിന്ന് വാങ്ങിവെച്ച മുട്ടകളും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയുമുണ്ട് ധാരാളം പേർ. 20 രൂപയാണ് ഒരു താറാവിനെ വൃത്തിയാക്കി നൽകിയാൽ ജോലിക്കാർക്ക് കൂലി ലഭിക്കുക. കോവിഡ് കാല ക്രിസ്മസ് വിപണിയും മെച്ചമല്ലായിരുന്നു. ഇപ്പോൾ പക്ഷിപ്പനിയും. താറാവ് കർഷകരുടെ നഷ്ടങ്ങൾക്ക് പുറമെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റാൾക്കാരുടെയും നഷ്ടങ്ങൾ നാം പരിഗണിക്കേണ്ടതായുണ്ട്. തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഇവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ടു പോകുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വൈറ്റില മേൽപ്പാലം ഉദ്ഘാടനത്തിന് മുൻപ് പൊതുഗതാഗതത്തിന് തുറന്നു നൽകിയ സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം CJM കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കേസിൽ സംഘടനയുടെ കോർഡിനേറ്റർ നിപുൺ ചെറിയാൻ, പ്രവർത്തകരായ ആഞ്ചലോ, സൂരജ്, റാഫേൽ എന്നിവരെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. സമൂഹമാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തി ജനങ്ങളെ സംഘടിപ്പിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ഗൂഢാലോചനയ്ക്കുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പൊതുമരാമത്ത് വകുപ്പും പരാതി നൽകിയിട്ടുണ്ട്. വാളയാർ കേസിൽ ഇനിയും പ്രതികളുണ്ടെന്ന് വിശ്വസിക്കുന്നതായി പെൺകുട്ടികളുടെ അമ്മ. ഇവരെ രക്ഷപ്പെടുത്താനാണ് കേസ് അട്ടിമറിച്ചതെന്നും തുടരന്വേഷണം CBI തന്നെ നടത്തണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. ഈ ആവശ്യവുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ കാണുമെന്നും പെൺകുട്ടികളുടെ അമ്മ വ്യക്തമാക്കി. വാളയാർ കേസിലെ പോക്സോ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയതോടെ തുടരന്വേഷണം CBIക്ക് കൈമാറാൻ നടപടി വേണമെന്നാണ് പെൺകുട്ടികളുടെ അമ്മയും സമരസമിതിയും ആവശ്യപ്പെടുന്നത്. നിലവിലെ അന്വേഷണ സംഘം തുടരന്വേഷണം നടത്താൻ പാടില്ലെന്ന് ഇവർ വ്യക്തമാക്കുന്നു. കേസിൽ ഇനിയും പ്രതികളുണ്ടെന്ന് വിശ്വസിക്കുന്നതായും അതുകൊണ്ടാണ് കേസ് അട്ടിമറിച്ചതെന്നും പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിനെ ശിക്ഷിക്കുകയല്ലേ വേണ്ടത്? ഇപ്പം ഈ പ്രതികളിനെ ഇവർ 2 പേരും CPMന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞത് സത്യമാണ്. ഞാൻ അന്ന് ഇന്നും പറയുകയാണ്. പക്ഷെ ഇവർ 2 പേരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരിനെ എടുത്തു കളഞ്ഞതുകൊണ്ട് പാർട്ടിക്ക് എന്ത് നഷ്ടം വരാൻ പോകുന്നത്? അവരിനെ എന്തിനു സംരക്ഷിക്കണം? അപ്പം എൻ്റെ സംശയം ശരിയല്ലേ, ഇവരെല്ലാണ്ട് ഒരാളും കൂടി ഉണ്ടെന്നുള്ളത്.
അങ്ങനെ ഞാൻ ചോദിക്കണില്ല, എന്താ തെറ്റ്? CBI അന്വേഷണം ആവശ്യപ്പെട്ടും കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും വ്യക്തമാക്കി മുഖ്യമന്ത്രിയെ കാണുമെന്നും ഇവർ അറിയിച്ചു. എന്തായാലും ഞാൻ മുഖ്യമന്ത്രി ഒന്നും കൂടി നേരിൽ പോയി കാണും. CBI അന്വേഷണം വേണം, അത് സർക്കാർ കൊടുക്കേണ്ട കാര്യമാണെന്ന് കോടതി പറഞ്ഞ അതിനെ കൊണ്ട് കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തിട്ട് അവരുടെ സർവീസിൽ നിന്നും പുറത്താക്കുക. തുടരന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് സമരസമിതിയും വ്യക്തമാക്കി. ഒരു CBI അന്വേഷണമാണ് ഞങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം. ആ അന്വേഷണത്തിൽ ഈ രണ്ട് അന്വേഷണത്തിലും ഞങ്ങൾ സംതൃപ്തരാണ്. വിധി റദ്ദായ സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ വേഗത്തിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന 2 പേരെ കൊല്ലത്തെ എക്സൈസ് സംഘം പിടികൂടി. കൊല്ലം പോളയത്തോട് സ്വദേശികളായ രാജേന്ദ്രൻ, വിശാഖ് എന്നിവരാണ് കഞ്ചാവുമായി അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. മധുരയിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്നും അവിടെ നിന്നും ട്രെയിൻ മാർഗം കൊല്ലത്ത് എത്തിച്ചുവെന്നും പ്രതികൾ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകി. പ്രതികൾ നേരത്തെയും കഞ്ചാവ് കടത്തിയതിന്റെ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. നെയ്യാറ്റിൻകരയിൽ കുടിയൊഴിപ്പിക്കുന്നതിനിടയിൽ ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ തർക്കഭൂമി സംബന്ധിച്ച തഹസിൽദാരുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറി. വിവാദ ഭൂമി പുറമ്പോക്കല്ലെന്നും പരാതിക്കാരി വസന്ത വില കൊടുത്ത് വാങ്ങിയതാണെന്നുമാണ് തഹസിൽദാരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഭൂമി കൈമാറ്റത്തിലെ നിയമസാധുതയെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് തഹസിൽദാർ ആവശ്യപ്പെട്ടിരുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തുടർ നടപടി. മഹാഭാരതത്തെ ആസ്പദമാക്കി യുയുത്സു എന്ന നോവൽ രചിച്ച ജയപ്രകാശ് പാനൂരിന്റെ അടുത്ത കൃതി തയ്യാറായി. കിഷ്കിന്ധയുടെ മൗനം എന്ന നോവൽ 16-ന് പ്രകാശനം ചെയ്യും. ധൃതരാഷ്ട്രപുത്രനായ യുയുത്സുവിന്റെ കഥ തന്റേതായ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ച ജയപ്രകാശ് പാനൂരിന്റെ നോവൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇത്തവണ വ്യത്യസ്തമായ ഒരു പ്രമേയവുമായാണ് എഴുത്തുകാരൻ വായനക്കാർക്ക് മുന്നിൽ എത്തുന്നത്. 7.5 വർഷത്തെ പ്രയത്നമാണ് കിഷ്കിന്ധയുടെ മൗനം എന്ന ക്രൈം ഫിക്ഷൻ. ഒരുപാട് മാനങ്ങളുടെ ഒരു പുസ്തകമാണ് പുതിയ വരുന്ന. ഒരു ട്രാൻസ്ജെൻഡറായ ഒരു സ്ത്രീ ഉണ്ടായി, ഒരു കൊലയാളി. അത് എങ്ങനെ ആ ട്രാൻസ്ജെൻഡർ എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ അപകടം ചെയ്തിട്ടാണ് കൊടുത്തത്. അങ്ങനെ വ്യത്യസ്ത തലത്തിൽ കൈകാര്യം ചെയ്ത സാധനമാണത്. സൂക്ഷ്മമായ പഠനത്തിലൂടെയും നിരന്തരമായ വായനയിലൂടെയും രൂപപ്പെട്ട രചനാശൈലി പുതിയ നോവലിൽ വ്യക്തമാകുമെന്ന് ഉറപ്പു നൽകുന്നു എഴുത്തുകാരൻ. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. പത്തനംതിട്ടയിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ആരോഗ്യവകുപ്പ്. നാളെയാണ് ഡ്രൈ റൺ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാർ, സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കാണ് വാക്സിൻ നൽകുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ കോവിഡ് പോരാളികൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവർക്കും വാക്സിൻ നൽകും. ജില്ലയിൽ 17,000 പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാക്സിൻ സംഭരിക്കുന്നതിനായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, അടൂർ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രത്യേക കൂളറുകൾ സജ്ജമാക്കി കഴിഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ജില്ലാതല സംഭരണ കേന്ദ്രം. 20,000 ഡോസ് വരെ സൂക്ഷിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. പ്രളയകാലത്ത് വീട് തകർന്ന വയോധികർക്ക് പോലീസുകാരുടെ കൈത്താങ്ങ്. വടകര തിരുവള്ളൂർ സ്വദേശി കണാരനും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന കണാരൻ കടുത്ത ദുരിതത്തിലായിരുന്നു. പ്രളയത്തിൽ വീട് നഷ്ടമായതോടെ മറ്റൊരു വീട് ചിന്തിക്കാനാകുമായിരുന്നില്ല. ലൈഫ് പദ്ധതി പ്രകാരം വീടിനായി അപേക്ഷിച്ചെങ്കിലും ലഭിച്ചില്ല. അതിനിടയിലാണ് കേരള പോലീസ് ഇദ്ദേഹത്തെ തേടിയെത്തുന്നത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനുമായി ചേർന്നായിരുന്നു നിർമ്മാണം. റവന്യൂ വകുപ്പിന്റെ ലിസ്റ്റിൽ നിന്നാണ് കണാരനെ കണ്ടെത്തിയത്. ജനമൈത്രി ബീറ്റ് ഓഫീസർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വടകര മേഖലയിലെ തിരുവള്ളൂരിൽ പെരരാട്ടുമ്മൽ കണാരേട്ടന് ഒരു കാലവർഷക്കെടുതിയിൽ വീട് വാസയോഗ്യമല്ലാത്തൊരു വിവരം നമ്മളെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. മന്ത്രി TP രാമകൃഷ്ണൻ താക്കോൽദാനം നിർവഹിച്ചു. ജനങ്ങളുടെ മുമ്പിൽ മാതൃക കാണിച്ചതിനും പോലീസ് അസോസിയേഷന്റെ നേതാക്കളെയും ഈ അസോസിയേഷൻ അംഗങ്ങളായ പോലീസ് സേനാംഗങ്ങളെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനു വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ ഈ സേവനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ ശേഷി, അവരുടെ ശാരീരികമായ ശേഷി വീട് നിർമ്മാണത്തിന് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കി. വയറിംഗ്, പെയിന്റിംഗ് ഉൾപ്പെടെ പോലീസുകാർ തന്നെ നടത്തി. 8 ലക്ഷം രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം. തകർന്ന വീടിന്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു നിർമ്മാണം. ന്യൂസ് 18 വടകര. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കാം.